റൂമിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം നമുക്ക് ഇന്ന് ഉത്സവത്തിൽ പോയിട്ട് വരാം. അപ്പോൾ അതേ പിന്നെ അമ്പലത്തിൽ പോകാനുള്ള വേഷം ഇതാ. അയ്യോ കഴുത്തിൽ കുരിശ്. ഈ കുരിശിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുരിശ്. അപ്പം നമുക്ക് ദൂരെ വെച്ചിട്ട് പോവാം. ഓക്കെ, ഇപ്പം സെറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് പകരം പള്ളി പോകേണ്ടി വന്നേനെ. എന്തായാലും നമുക്കിതൊക്കെ അയച്ചു വെച്ചുകൊണ്ട് പോകാം, തിരിച്ച് വന്നിട്ടിടാം. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് പതുക്കെ പതുക്കെ നടന്ന് നമുക്ക് അങ്ങനെ പോകാം. വൈകുന്നേരമായിട്ട് ചൂടിന് ഒരു കുറവുമില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അപ്പോൾ അറിയത്തില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. ഇത് ചെറിയ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ ഉത്സവമാണ്. ഇന്നല്ല, ഒരു 2-3 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്നപ്പോൾ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റേജിൽ. അപ്പോൾ ഇന്ന് ഇവിടെ ഗാനമേളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതോടെ വന്ന് കാണാം. അപ്പോൾ ദേ വന്ന കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അകത്ത് കയറി തൊഴുതു കുറിയെല്ലായിട്ട് പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂടായിരുന്നു അതിനകത്ത്. കാരണം എല്ലാ വിളക്കും കത്തിച്ചുകൊണ്ട് മൊത്തം അമ്പലത്തിനകത്ത് ഫുൾ ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ദേ അയ്യോ ഒരു പരിവായി. ഇന്ന് കുറച്ച് നേരം ഇരുന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഉള്ളു പോകാം. ഉത്സവം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഭയങ്കര ബഹളമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. നമ്മുടെ നാട്ടിൽ ഇതിനെ പറന്നിറക്കിയ എന്നൊക്കെ പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയത്തില്ല. എറണാകുളത്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയ അമ്പലത്തിലെ ചെറിയ ഉത്സവം എന്ന് വെച്ചിട്ട് ദേ ടോയ്സിനൊന്നും ഒരു കുറവുമില്ല. എല്ലാം ഉണ്ട്. പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കാശ് പോകുന്ന വഴി കാണത്തില്ല. നമുക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. എന്തായാലും അതെ ഇവിടുത്തെ കാഴ്ചകൾ കാരണം നമ്മൾ തിരിച്ചിറങ്ങാൻ പോകണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.